ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് ഒരു പ്ലാന്റ് മേടിച്ചിരുന്നു. നല്ല കണ്ടീഷനായിരുന്നു. സ്റ്റെഫാനിയ എർട്ട എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. നമുക്ക് വീടിനുള്ളിൽ എയർ പൊല്യൂഷന് വേണ്ടി നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നടുന്നതെന്നും അത് എങ്ങനെ നമുക്ക് പരിപാലിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇതൊക്കെയാണ് എൻ്റെ വീടിനുള്ളിലെ ഇൻഡോർ പ്ലാന്റ്സ്. പിന്നെ നമുക്ക് സ്റ്റെഫാനിയയുടെ പാക്കറ്റ് നല്ല രീതിയിൽ തന്നെയായിരുന്നു മീഷോയിൽ കിട്ടിയിരുന്നത്. സ്റ്റെഫാനിയ ഇതേപോലെ വെള്ളത്തിൽ 24 മണിക്കൂർ നമ്മൾ കുതിർത്ത് വയ്ക്കുക. നല്ലൊരു പോട്ട് എടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ ഉരുളി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, ആദ്യം തന്നെ പറയാമേ. എന്താ വെച്ചാൽ ഹോളുള്ള എന്തിലേലും ഒരു പോട്ടോ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്താണ് ഇത് വെക്കേണ്ടത്. അപ്പം എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ രണ്ടാമത് പിന്നെ അത് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എന്ത് വെച്ചാൽ ചകിരിച്ചോറിട്ടു. അതിന് ശേഷം ബയോ കമ്പോസ്റ്റ് ഇട്ടു. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലതായിട്ടെല്ലാം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ചെറിയൊരു മുള പോലെ വന്ന് കാണും. ആ ഭാഗമാണ് നമുക്ക് മുകളിൽ വെക്കേണ്ടത്. പിന്നെ നമുക്കിത് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് പറഞ്ഞത്. ഇത് ഞാനിപ്പം കൂടുതലും വെള്ളമായിപ്പോയി. ഞാൻ പിന്നെയാണ് നോക്കിയത്. പിന്നെ എന്ന് വെച്ചാൽ റൂട്ട് ചിലപ്പം അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ചു. ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ആയപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത് റൂട്ട് ചീത്തയാവുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹോളും ഇട്ട് വെച്ചു. അപ്പം വെച്ചാൽ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം അത് താഴെ നമ്മുടെ പിന്നെ ഉരുളിയിലിട്ട് പൊയ്ക്കോളും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് കണ്ടാൽ ഒരാഴ്ചയും കൊണ്ട് എനിക്ക് കിളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി വെയിൽ കൊള്ളാനും ഇത് പാടില്ല. ഇത്രയോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വളർന്നു കഴിയുമ്പോൾ ബാക്കി ഞാൻ വീഡിയോസ് ഇടാമേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും. ബൈ.